മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ മദർ ലിറ്റിൽ ഫ്ലവർ SIC ആണ്. മദറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. മലങ്കര കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സുകളാണ് ബഥനി സന്യാസ സമൂഹവും ബഥനി സന്യാസിനി സമൂഹവും. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2-3 വർഷങ്ങൾക്കുള്ളിൽ 100 വർഷം പൂർത്തിയാക്കുകയാണ് ഈ ബഥനി സന്യാസിനി സമൂഹം. ഈ ശതാബ്ദിയിലെത്തി നിൽക്കുമ്പോൾ മദറിന് ഈ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ചുരുക്കമായി ഒന്ന് വിലയിരുത്താൻ കഴിയുന്നത്? ശതാബ്ദിയിലേക്ക് എത്തി നിൽക്കുന്ന ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ഇന്ന് വരെയുള്ളതായ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം സ്ഥാപിതമാകുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയിലാണ്. 1925 ദൈവദാസനായ മാർ ഇവാനിയോസ് പിതാവിനാൽ സ്ഥാപിതമായ ബഥനി സന്യാസിനി സമൂഹം അത് ഭാരതീയ സന്യാസവും പൗരസ്ത്യ സന്യാസവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്യാസ ജീവിത ശൈലിയാണ്. പക്ഷേ 1925 പെട്ടെന്ന് അത് സ്ഥാപിതമായത് അല്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം സാറിന് അറിയാമല്ലോ. യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായി ഒരു ശിഥിലീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അതായത് പല വിധത്തിലുള്ളതായ സഭാ തർക്കങ്ങൾ, ഒപ്പം അന്നത്തെ സാമൂഹിക പശ്ചാത്തലവും നമുക്കറിയാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന കാലഘട്ടം. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൻ്റെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ജീവിതം ആയിരുന്നു സ്ത്രീകളുടേത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ വിഭാഗത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ഉപയുക്തമാക്കി തീർക്കുവാൻ അന്നത്തെ ആദ്യ MA ബിരുദധാരിയായ ഫാദർ PT ഗീവർഗീസ് 1913 സെറാംപൂരിൽ പ്രൊഫസറായിട്ട് അദ്ദേഹം കടന്നു പോകുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓക്സ്ഫോർഡ് മിഷണറി ഫാദേഴ്സ് ഓഫ് എപ്പിഫനി, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് എപ്പിഫനി, ഈ ആംഗ്ലിക്കൻ സന്യാസ സമൂഹങ്ങളുമായിട്ട് ഫാദർ PT ഗീവർഗീസ് ഒരു ബന്ധം സ്ഥാപിക്കുകയും യാക്കോബായ സുറിയാനി സമുദായത്തെ ആത്മീയമായി നവീകരിക്കുവാൻ, ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്തൊക്കെ ചെയ്യാം, എങ്ങനെ സാധ്യതമാക്കാം എന്നുള്ളതായ ചിന്തയിലായിരുന്നു അന്ന് ഫാദർ PT ഗീവർഗീസ്. 1913 സെറാംപൂരിലേക്ക് പോയ ബഹുമാനപ്പെട്ട PT ഗീവർഗീസ് അച്ഛൻ സ്വസമുദായത്തിലെ ധാരാളം ശമാശന്മാരെയും പുരുഷന്മാരെയും ഉപരിപഠനത്തിനായി സെറാംപൂരിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓക്സ്ഫോർഡ് മിഷണറി ഫാദേഴ്സ്, ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സ്, ഇവരെ ബന്ധപ്പെട്ടതിലൂടെ, ഇവരെ കണ്ടുമുട്ടി ഇവരുടെ സന്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിലൂടെ ഈ ബഹുമാനപ്പെട്ട വൈദികനെ സംബന്ധിച്ചിടത്തോളം സന്യാസ ജീവിതത്തിലൂടെ മലങ്കര യാക്കോബായ സഭാ സമുദായത്തെ ഉദ്ധരിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവുകയാണ്. 1915 മുതൽ പെൺകുട്ടികളെയും ഉപരിപഠനത്തിനായിട്ട് പിതാവ് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പിതാവെന്ന് പറയുമ്പോൾ ഫാദർ PT ഗീവർഗീസ്, അതാണ് മാർ ഇവാനിയോസ് പിതാവ് എന്നുള്ള പേരിൽ ബഥനിയെ സ്ഥാപിച്ച സ്ഥാപക പിതാവ്. അതുകൊണ്ട് ഞാൻ പിതാവെന്ന് പറയാനുള്ളതായ കാരണം, അന്നത്തെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ സാറേ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ലഭ്യമല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. 1915 മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി പെൺകുട്ടികളെ
കൽക്കട്ടയിലുള്ള ബാരിസോളിലേക്ക്, അതായത് ഈ ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സ് ബാരിസോളിൽ അവർക്കൊരു മഠം ഉണ്ടായിരുന്നു. അവിടെ ഈ സിറിയൻ ഗേൾസിനെ താമസിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം സന്യാസ പരിശീലനവും കൊടുത്തു. അന്നത്തെ മദർ ഈഡിത്ത് ആയിരുന്നു ഈ സിറിയൻ ഗേൾസിൻ്റെ പരിശീലനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. മദർ ആയിരുന്നു എങ്കിലും നമുക്കറിയാലോ, അധികാര സ്ഥാനത്തുള്ളവർ മറ്റുള്ളവരെ ഏൽപ്പിക്കും. അങ്ങനെ സിസ്റ്റർ എലിയസ്, ആ സിസ്റ്ററിനെയാണ് ആദ്യം ഈ പെൺകുട്ടികളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അതിനുശേഷം സിസ്റ്റർ ഹെലൻ, പിന്നീട് ഉള്ളതായ പരിശീലനം മുഴുവനും ഈ സിസ്റ്റർ ഹെലനും മദർ ഈഡിത്തുമായിരുന്നു ഈ പെൺകുട്ടികൾക്ക് കൊടുത്തിരുന്നത്. ബാരിസോളിലെത്തിയ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷ് ഭാഷ വശമില്ലായിരുന്നു. അറിയാവുന്നത് ഒരേ ഒരു ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ, മലയാളം. പക്ഷേ ആംഗ്യത്തിലൂടെയും ഒക്കെ അവർ വേണ്ടതായ കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം ഇവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുവാൻ സറാംപൂരിൽ നിന്ന് ഫാദർ PT ഗീവർഗീസും ഒപ്പം പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന അലക്സിയോസ് അച്ഛനൊക്കെ എത്തുമായിരുന്നു എന്നുള്ളതായിരുന്നു. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു കാലഘട്ടം സാറിന് അറിയാമല്ലോ, എങ്ങനെ ഈ മാതാപിതാക്കള് ഈ യുവാവായിട്ടുള്ള ഒരു വൈദികന്റെ കൂടെ ഈ പെൺകുട്ടികളെ പറഞ്ഞു വിട്ടു എന്നുള്ളത് തന്നെ നമുക്കൊരു അത്ഭുതാവകമായ കാര്യമാണ്. അതിൻ്റെ പുറകിലെ രഹസ്യം, ഫാദർ PT ഗീവർഗീസിനെ മലങ്കര സുറിയാനി യാക്കോബായ സമുദായം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് കൊടുത്തിരുന്നതായ ഒരു പ്രാമുഖ്യം, അദ്ദേഹത്തെ എന്തുമാത്രം ആദരവോടും ബഹുമാനത്തോടുമാണ് കണ്ടിരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1915 ബഥനി സന്യാസിനി സമൂഹത്തിന് ഒരു വിധത്തിൽ വിത്ത് വിതയ്ക്കുകയാണ്. 1919 ആയപ്പോഴേക്കും പുരുഷന്മാരുടെ ആശ്രമം സ്ഥാപിതമായി. പെരുന്നാട്ടിലാണ് സ്ഥാപിതമായത് എന്നൊക്കെ ഉള്ളത് നേരത്തെ ഒരു എപ്പിസോഡിൽ കണ്ടു കാണും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 1919 ഓഗസ്റ്റ് 15 പുരുഷന്മാർക്കുള്ളതായ ബഥനി സന്യാസി സമൂഹം രൂപം കൊണ്ടു. പക്ഷേ സിസ്റ്റേഴ്സിനുള്ളതായ സന്യാസിനി സമൂഹം രൂപം കൊടുക്കണം എങ്കിൽ അന്ന് പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു നിയമമാണ്, വ്രതം സ്വീകരിക്കുവാൻ ഒരു മെത്രാപ്പൊലീത്തായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 1919 സറാംപൂരിൽ നിന്നും മുണ്ടൻമലയിലേക്ക് വന്ന ഫാദർ PT ഗീവർഗീസ് ഈ പെൺകുട്ടികളെയും തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. മുണ്ടൻമലയിൽ തന്നെ വേറൊരു കുന്നിൽ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും തിരുമൂലപുരത്ത് KC മാമൻ മാപ്പിള പണിതിട്ടിരുന്ന ഒരു വിദ്യാലയം അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ വിദ്യാലയം എന്ന് പറയാൻ പറ്റില്ല, ഒരു കെട്ടിടം കിടപ്പുണ്ടായിരുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ പിതാവിൻ്റെ മനോമുഖരത്തിൽ സ്ത്രീ ജനങ്ങളെ ഉദ്ധരിക്കുന്നതിലൂടെ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ ഈ സമുദായത്തെ ഉദ്ധരിക്കാൻ, ആത്മീയമായി നവീകരിക്കുവാൻ, ഈ സമുദായത്തിൻ്റെ പുരോഗതിക്കെല്ലാം അത് സഹായകമാകും എന്നുള്ളതായൊരു ചിന്താഗതിയായിരുന്നു ഫാദർ PT ഗീവർഗീസിന് ഉണ്ടായിരുന്നത്. 1920 തിരുമൂലപുരത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സിസ്റ്റേഴ്സിനായിട്ട് 1920 ഒരു മഠം അവിടെ സ്ഥാപിക്കുകയാണ്. ചിറ്റക്കാട്ട് അച്ഛനെയാണ് അത് അന്ന് പിതാവ് ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ KC മാമൻ മാപ്പിള സാറ് പണിതിട്ടിരുന്നതായ കെട്ടിടത്തെക്കുറിച്ച്. ആ കെട്ടിടമാണ് പിന്നീട് 1920 അത് ബാലികാമഠം സ്കൂളായിട്ട് തുടക്കം കുറിച്ചത്. ഈ ബാലികാമഠം സ്കൂളിലെ പെൺകുട്ടികളെ പരിശീലിപ്പിക്കാൻ എല്ലാം ഈ സന്യാസ പരിശീലനം കഴിഞ്ഞതായ സിസ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല, കാരണം അവർ പ്രതിഷ്ഠ ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു വ്രതവാഗ്ദാനം നടത്തിയിട്ടില്ല. എങ്കിലും അവരുടെ ആ പരിശീലനമെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരുന്നു എങ്കിൽ തന്നെയും
അവരായിരുന്നു ഇവർക്ക് വേണ്ടതായ ശുശ്രൂഷകളെല്ലാം അന്ന് കൊടുത്തിരുന്നത്. ബാലികാ മഠം സ്കൂളിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവിന് ഈ ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സുമായിട്ടും ഫാദേഴ്സുമായിട്ടുള്ളതായ ബന്ധത്തിലൂടെ മദർ ഈഡിത്തുമായിട്ട് സംസാരിച്ചു. ഈ പള്ളിക്കൂടത്തെ നല്ല രീതിയിൽ നിലവാരമുള്ള ഒരു വിദ്യാലയം, ഒരു റെസിഡൻഷ്യൽ വിദ്യാലയമായിട്ട് കൊണ്ടുപോകുവാൻ മിസ് ബ്രൂസ് സ്മിത്തിനെയും അതുപോലെ തന്നെ മിസ് ഹോംസ് രണ്ടുപേരെയും ആംഗലേയ ഭാഷ മാത്രം അറിയുന്നതായ സ്ത്രീകൾ അവര് ഇവിടെ വന്ന് ഈ വിദ്യാലയത്തിൻ്റെ ചുമതലയേറ്റ് ഇങ്ങനെ ഒരു വിദ്യാലയത്തിന് തുടക്കം കുറിക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സിസ്റ്റർ ഹെലനാണ് ഈ സിസ്റ്റേഴ്സിന് പരിശീലനം കൊടുത്തത്. ബദനി സിസ്റ്റേഴ്സിന്, ആദ്യത്തെ സിസ്റ്റേഴ്സിന്. അവർ ആംഗ്ലിക്കൻ സിസ്റ്റേഴ്സാണ്. പക്ഷേ സിസ്റ്റർ ഹെലനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു ബേക്കർ സ്കൂളിൽ ചെന്ന് മലയാളം പഠിച്ചെടുത്തു. മലയാളം പഠിച്ച് ഈ സിറിയൻ ഗേൾസിന് വേണ്ടതായ പരിശീലനമൊക്കെ കൊടുക്കുവാനായിട്ട് കേരളത്തിൽ വന്നതിന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. 1920 ഇങ്ങനെ വിദ്യാലയത്തിന് തുടക്കം കുറിച്ചു. ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം നമുക്കറിയാം, അന്ന് സവർണർ, അവർണർ ജാതി വിഭാഗത്തെക്കുറിച്ചുള്ളതായ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് താമസിക്കുന്ന ആ കോമ്പൗണ്ടിൽ അവർണർക്ക് വേണ്ടി ഒരു വിദ്യാലയം സ്ഥാപിച്ചു, നല്ലടയൻ വിദ്യാലയം. അതാണ് പിന്നീട് ഇപ്പോൾ അറിയപ്പെടുന്ന തിരുമൂല വിലാസം സ്കൂള്. 1925 വരെയും ഈ സിസ്റ്റേഴ്സിന് കാത്തിരിക്കേണ്ടി വന്നു അവരുടെ പ്രതിഷ്ഠ നടത്തി ഒരു സന്യാസ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനായിട്ട്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. അത് അങ്ങനെ സാധ്യതമാകാൻ കാരണം വന്യപിതാവിനെ സംബന്ധിച്ച്, അതായത് ഫാദർ പി ടി ഗീവർഗീസിനെ സംബന്ധിച്ചിടത്തോളം സമുദായം ഒത്തിരി ശ്രദ്ധയോടുകൂടി, അതായത് സമുദായത്തിൻ്റെ ഉന്നമനം ഈ വ്യക്തിയിലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിതാവിനെ മെത്രാൻ സ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്യാനൊക്കെ അവർ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നെങ്കിലും പിതാവ് അതൊക്കെ തിരസ്കരിക്കുകയായിരുന്നു. പക്ഷേ 1925 മെയ് 1 ഫാദർ പി ടി ഗീവർഗീസ് മാർ ഇവാനിയോസ് എന്ന പേരിൽ ബഥനിയുടെ മെത്രാപ്പൊലീത്തയായി അഭിഷേകം ചെയ്തു. പിതാവ് ഈ സ്ഥാനം ഏൽക്കുമ്പോൾ പരിശീലനം കഴിഞ്ഞിരിക്കുന്നതായ പെൺകുട്ടികളോട്, അതായത് ബഥനിയിലെ ആദ്യ അംഗങ്ങളാകാൻ പോകുന്നവരോട് പറഞ്ഞിരുന്നു, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കുരിശ് ഏറ്റെടുക്കും. അതെ, ഈ സന്യാസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ മാർ ഇവാനിയോസ് പിതാവ് ഈ സ്ഥാനം സ്വീകരിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെയ് 1 മെത്രാപ്പൊലീത്തയായി അഭിഷേകം ചെയ്തു. 1925 മാതാവിൻ്റെ ജനന തിരുനാൾ ദിവസം, അത് പിതാവിൻ്റെ ജന്മദിനം കൂടിയാണ്. അന്ന് സിസ്റ്റേഴ്സിനെ ആദ്യത്തെ 3 അംഗങ്ങൾ വന്യപിതാവിൻ്റെ മുൻപിൽ വ്രതം ചെയ്ത് പ്രതിഷ്ഠിതരായി സന്യാസ സമൂഹത്തിന് തുടക്കം കുറിച്ചു. 1925 സെപ്റ്റംബർ 8 മദറായി ആദ്യമായി ഈ സന്യാസ വ്രതം സ്വീകരിച്ച ആളുകൾ ആരൊക്കെയായിരുന്നു? 3 പേരുടെ കാര്യം പറഞ്ഞല്ലോ. അതെ, മദർ ഷൈന, മദർ ഹൂബ, മദർ ധനഹ. മദർ ഷൈന മീൻസ് സമാധാനം, ഹൂബ എന്ന് പറഞ്ഞാൽ സ്നേഹം, ധനഹ നമുക്കറിയാലോ ഉദയം. ഈ 3 പേരാണ് ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിലെ ആദ്യ അംഗങ്ങൾ. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, നടപ്പിലാക്കപ്പെടുന്നുമുണ്ട്. അതേപോലെ തന്നെ സ്ത്രീയുടെ ഒരു തുല്യത ഇന്ന് നമ്മുടെ സമൂഹം പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നൂറ്റാണ്ടിന് മുൻപ്, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചു എന്ന് കാണുന്നതിലാണ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഒരു വലിയ ഒരു മഹത്വം നമുക്ക് കാണാൻ കഴിയുക. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ ഈ നമ്മുടെ ഒരു സമകാലീന സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ സമൂഹം
തുടർന്നുകൊണ്ട് പോകുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? സാറേ, ഈ സന്യാസിനി സമൂഹം തുടങ്ങാൻ ഞാൻ പറഞ്ഞു അത് സ്ത്രീ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത്. അത് പിതാവ് അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കുടുംബത്തിൻ്റെയും സഭയുടെയും എല്ലാ വളർച്ചയും സ്ത്രീ ജനങ്ങളുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. കാരണം കുഞ്ഞുങ്ങളുടെ പരിശീലനം സ്ത്രീകളാണല്ലോ കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലൂടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ അവർ കുട്ടികളെ പരിപാലിക്കേണ്ടതും അവരെ ഏത് രീതിയിൽ അച്ചടക്കബോധമുള്ളവരായി സഭയ്ക്കും പൊതുസമൂഹത്തിനും ഉപയുക്തരാക്കി മാറ്റാം എന്നുള്ളതൊക്കെ ഈ ഒരു പരിശീലനത്തിലൂടെ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സ്ത്രീകൾക്ക് തുല്യത ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും സാറിനറിയാലോ, ഇന്ന് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്നതായ പല പ്രശ്നങ്ങളും നമ്മളിന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയും, വിദ്യാസമ്പന്നരായ വ്യക്തികളുടെ പെരുമാറ്റ ശൈലി എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ഇപ്പം മാറിവാന്യ സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വനിതകളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെയുള്ള ആളുകൾ പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമില്ല. സഹവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യമാണ് കുറെ കൂടി ആരോഗ്യകരമായ ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് നല്ലത് എന്നൊരു അഭിപ്രായം പൊതുവിലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇതിൽ നിന്നൊരല്പം മാറേണ്ട ഒരു സാഹചര്യം ഇന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ബദനി അതിനനുസരിച്ച് മാറിയിട്ടുമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള 8-9 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾക്കായിട്ടുള്ള വിദ്യാലയമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ബാക്കി എല്ലാ വിദ്യാലയങ്ങളും, പ്രത്യേകിച്ച് ഞാൻ പറയും, ബദനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 19ഓളം CBSE സ്കൂളുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം മിക്സഡ് സ്കൂളുകളാണ്. പിന്നെ ഹൈസ്കൂൾ വിഭാഗമാണ് എനിക്ക് തോന്നുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന ഹൈസ്കൂളുകളെല്ലാം തന്നെ പെൺപള്ളിക്കൂടങ്ങളാണ്. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ളതായ എല്ലാ വിദ്യാലയങ്ങളും, അതായത് കാലത്തിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാകണം. തുടർന്നും ഇനി മാറ്റങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം പെൺകുട്ടികളുടെ സ്കൂളുകൾ വേണമെങ്കിൽ അത് മിക്സഡ് സ്കൂളുകളായിട്ട് മാറാനുള്ള സാഹചര്യങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സംശയമില്ല, ഉണ്ടാകാം. പക്ഷേ ധാരാളം സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാണ്. പിന്നെ LP UP സ്കൂളുകളെല്ലാം തന്നെ ആദ്യ കാലഘട്ടത്തിലുള്ളതെല്ലാം തന്നെ മിക്സഡ് സ്കൂളുകളാണ്. ഒരു ചരിത്രപരമായ ഒരു കാര്യത്തിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. ഈ അമേരിക്കയിലെ ഒരു ഗ്രേമൂർ സമൂഹവുമായി നമ്മുടെ ബദനിക്ക് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി മാത്രമൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും സാറേ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ 1925 ബദനി സ്ഥാപിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ സാറിന് അറിയാം. മലങ്കര യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം 1930 സെപ്റ്റംബർ 20 പ്രത്യേകത നമുക്കറിയാം. ഈ യാക്കോബായ സഭയിൽപ്പെട്ടതായ മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം 4 പേര്, അങ്ങനെ 5 പേര് രൂപീകൃതമായതാണല്ലോ നമ്മുടെ മലങ്കര കത്തോലിക്ക സഭ. 1930 സെപ്റ്റംബർ 20 പിതാവ് പുനരയിക്കപ്പെട്ടു. പിതാവിനോടൊപ്പം നമുക്കറിയാം തെയോഫിലോസ് പിതാവും അതുപോലെ തന്നെ ജോണച്ചനും ചമാശനും കിളിലേത്ത് ചാക്കോസാറും. 1930 സെപ്റ്റംബർ 21 പിതാവ് തൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും ഒക്കെ നമ്മുടെ മലങ്കര സഭയിലേക്ക് സ്വീകരിച്ചു. 1930 സെപ്റ്റംബർ 22 അന്ന് ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിൽ 7 സിസ്റ്റേഴ്സും ഒരു നോവിസും 2 അർത്ഥിനികളും, അതായത് 10 അംഗങ്ങളാണ് അന്ന് ബദനി സന്യാസിനി സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ 10 പേരും പിതാവിൻ്റെ വഴി ഏതോ ആ വഴി ഞങ്ങളും, ആ ഒരു ചിന്താഗതിയോടുകൂടി മലങ്കര കത്തോലിക്ക സഭയിലേക്ക്, അതായത് ആഗോള കത്തോലിക്ക സഭയിലേക്ക് അവർ പുനരയിക്കപ്പെടുകയാണ് 1930. 1929
അമേരിക്കൻ ഐക്യനാടുകളിലുള്ള ഒരു സന്യാസ സമൂഹമാണ് സാറ് പറഞ്ഞ ഗ്രേമൂർ സമൂഹം. അത് ആശ്രമവുമുണ്ട്, മഠവുമുണ്ട്. പോൾ ഫ്രാൻസിസ് എന്ന് പറയുന്ന വൈദികനായിരുന്നു ഗ്രേമൂർ സമൂഹത്തിലെ പുരുഷ വിഭാഗത്തിൻ്റെ അന്നത്തെ സുപ്പീരിയർ ആയിരുന്നത്. അന്നത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ മദറായിരുന്ന മദർ ലുറാന. ഈ രണ്ട് സമൂഹങ്ങളും, അതായത് ആശ്രമവും മഠവും 1929 അവർ പുനരയിക്കപ്പെട്ടു. നമുക്കറിയാം അഷ്ടദിന പ്രാർത്ഥനയൊക്കെ, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ സംബന്ധിച്ചതിലൂടെ ഈ സമൂഹം ഒന്നിച്ച് എന്ത് ചെയ്തു? ആഗോള കത്തോലിക്ക സഭയുമായിട്ട് ചേർന്നു. 1930 ബഥനി ഇതുപോലെ കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഇവർക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടതായ ഒത്തിരി സഹായങ്ങൾ ഈ ഗ്രേമൂർ സമൂഹം ചെയ്തിരുന്നു. അപ്പോൾ ഈ സമൂഹവുമായുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടോ? ഭൗതികമായിട്ടുള്ള ഒരു ബന്ധം ഇന്ന് ഇല്ല, പക്ഷേ ഒരു ആത്മീയ ബന്ധം. അത് മാർ ഇവാനിയസ് പിതാവ് 1931 പുനരൈക്യത്തിൻ്റെ അതേ ദിവസം, അതായത് സെപ്റ്റംബർ 20 1931 സെപ്റ്റംബർ 20 തിരുമൂല മഠത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ഗ്രേമൂർ സമൂഹവുമായിട്ട് ബഥനി ആശ്രമവും മഠവും സംയോജിപ്പിക്കുന്നു എന്നുള്ളതായ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അന്ന് പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചത് ബസേലിയോസിൻ്റെ തക്സ ഉപയോഗിച്ചാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം കണ്ണിപ്പിൻ്റെ ശുശ്രൂഷ, അത് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സംയോജിപ്പിക്കുന്ന ഒരു നിമിഷമാണ്. ഇന്ന് മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ സമയത്ത് സാപ്പികളെ കണ്ടേശായ എന്ന ഗീതം പാടണം എന്ന് പിതാവ് കൽപ്പിച്ചിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ഈ കാസായിലേക്ക് ബഥനി ആശ്രമം, ബഥനി മഠം, ഗ്രേമൂർ സമൂഹത്തിൻ്റെ ആശ്രമം, മഠം ഇവയെ സംയോജിപ്പിച്ച് ആ കാസായിൽ ചേർക്കുന്നു. അതായത് പ്രാർത്ഥനയിലൂടെ ഇന്നും ആ സമൂഹവുമായിട്ടൊരു ബന്ധം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പിതാവ് അമേരിക്കൻ ഐക്യനാടുകൾ സന്ദർശിച്ചപ്പോൾ ഈ ഗ്രേമൂർ സമൂഹത്തിൽ ചെന്നു. അപ്പോഴേക്കും നമ്മുടെ അന്നത്തെ പോൾ ഫ്രാൻസിസ് അച്ഛൻ മരിച്ചിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇന്നും ബഥനി സന്യാസിനി സമൂഹം ഈ സമയത്ത് ഈ ഗ്രേമൂർ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം ഉച്ചയ്ക്കുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനയിലും ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ബന്ധം തുടരുന്നുണ്ട്. ഇത് തീർച്ചയായും ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ച് വളരെ നല്ല ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കേരളത്തിൽ ആദ്യമായി ഒരു സന്യാസിനി സമൂഹത്തിന് പൊന്തിഫിക്കൽ പദവി കിട്ടുന്നത് ബഥനി സന്യാസിനി സമൂഹത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപ്പറ്റി ഒന്ന് പറയാമോ? സാറേ, 1930 പുനരയിക്കപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. 1936 വരെ ഉള്ള കാലഘട്ടം നമുക്കറിയാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തുടങ്ങി അതിൻ്റെ പ്രാരംഭ ദിശയിലുള്ളതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിനെ ഒന്ന് വളർത്തിയെടുക്കുവാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്ത്രീജനങ്ങളുടെ ഉദ്ധാരണത്തിന് അന്നൊക്കെ സ്ത്രീ സമാജങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടതായ ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഒപ്പം തന്നെ വിശ്വാസ പരിശീലന രംഗത്ത് സിസ്റ്റേഴ്സ് തിരുമൂല പള്ളിയിൽ പോകുമായിരുന്നു. ഒപ്പം ഞാൻ ഓർക്കുന്നു, ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പരിശീലനം കൊടുത്ത സിസ്റ്റർ ഹെലനൊക്കെ ഇംഗ്ലീഷിൽ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കും. അത് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു. 36 വരെ ബഥനി സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുമൂലപുരത്ത് ആയിരുന്നു. ആദ്യത്തെ ഒരു ശാഖാ മന്ദിരം ഉണ്ടാകുന്നത് 1931. കാരണം പുനരേക്ക് സമയത്ത് ഈ ബാലികാമഠ സ്കൂൾ നഷ്ടപ്പെട്ടപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് പിതാവിന് മനസ്സിലായി. നങ്ങ്യാർകുളത്ത് ഇതേ പേരിൽ ബഥനി
ബാലികാ മഠം എന്ന് പറയുന്ന പേരിൽ 1931 ഒരു സ്ഥലം വാങ്ങിച്ചു. മദർ ഷൈനോയുടെ പേരിൽ 32 മഠം സ്ഥാപിതമായി. 36 വരെ ഇങ്ങനെ 2 ഹൗസുകളെ ഉണ്ടായിരുന്നുള്ളൂ. 36 പ്രിയപ്പെട്ട ഈ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമുണ്ട്. ബന്ധുജനങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. കാരണം ഈ സഭയിലേക്ക് വന്നതിൻ്റെ പേരിൽ അവരിൽ നിന്ന് ലഭിച്ചിരുന്ന പല സഹായങ്ങളും ഇല്ലാതായി. സാമ്പത്തികമായിട്ടും എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടമായിരുന്നു. 1936 ഏപ്രിൽ മാസത്തിൽ മറിവാനിയസ് പിതാവ് ഈ സിസ്റ്റേഴ്സിനെ 10 പേരെയും, അപ്പോഴേക്കും 10 സിസ്റ്റേഴ്സാണ് ഉള്ളത്. ഞാൻ 3 സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതിനുശേഷം മദർ സൽഗ, മദർ തൈബൂസ്, മദർ മാക്സ, മദർ ബാസിം, ഇങ്ങനെ 10 സിസ്റ്റേഴ്സാണ് ഉള്ളത് ആദ്യ കാലഘട്ടത്തിൽ. ഇവരെ 10 പേരെയും നാലാഞ്ചിറയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു മഠം പിതാവ് സ്ഥാപിച്ചിരുന്നു. ഏപ്രിൽ മുതൽ ജൂൺ 16-ാം തീയതി വരെ, അതായത് 1-2 മാസ കാലഘട്ടം തിരുമൂല മഠം അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നടന്നിരുന്ന പല സഭാ പ്രവർത്തനങ്ങൾക്കും മുടക്കം വന്നു. മത്തയോഫിലോസ് പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് മദർ ഹൂബായും മദർ തൈബൂസും അതുപോലെ തന്നെ സിസ്റ്റർ ബ്രൂക്സ അവർ 3 പേരും തിരുമൂലയിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ 36 തൊട്ട് ഇത് 2 സന്യാസ സമൂഹങ്ങളായി മാറി. ബഥനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം ഒന്നാണെങ്കിലും 2 രൂപത സമൂഹങ്ങളായിട്ട് മാറി. ഒന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിലും ഒന്ന് തിരുവല്ല രൂപതയുടെ കീഴിലും രൂപത സമൂഹങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോൾ മദേഴ്സിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഇവര് 2 സമൂഹങ്ങളായിട്ട് ഇങ്ങനെ പോന്നു. പക്ഷേ ലക്ഷ്യവും ആദർശവും എല്ലാം വേഷവിധാനങ്ങളും എല്ലാം ഒന്ന്. അതെങ്ങനെ 2ആയിട്ട് പോകുക? പക്ഷേ 1953 തിസ്രന്റ് തിരുമേനി ഇവിടെ കേരളം സന്ദർശിച്ചപ്പോൾ ആ പിതാവിനോട് മദർ സൽഗ ആവശ്യപ്പെട്ടു, ഞങ്ങളെ ഒന്നിപ്പിക്കണം, പൊന്തിഫിക്കൽ പദവി ഒന്ന് തരണം. 1956 ഓഗസ്റ്റ് 6-ാം തീയതി, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സമൂഹമാണ്, പൊന്തിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ സന്യാസിനി സമൂഹമാണ് ബഥനി. അന്ന് ബഥനിക്ക് ആകെ 8-9 ഭവനങ്ങളെ ആകെയുള്ളൂ. സിസ്റ്റേഴ്സിൻ്റെ നമ്പറും വളരെ കുറവായിരുന്നു. ഞങ്ങളിത് മനസ്സിലാക്കുന്നത് ബഥനിയോട്, അതായത് മലങ്കര സഭയിലേക്ക് പുനരേക്കപ്പെട്ട് വന്ന സഭയോട് ആഗോള കത്തോലിക്ക സഭയ്ക്കുള്ള വാത്സല്യം, കരുതല്, സ്നേഹം ഇതെല്ലാമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ചരിത്രപരമായ കാര്യങ്ങളെ പറ്റിയാണ് അധികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഈ ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ഒരു ഏറെക്കുറെ നിങ്ങളുടെ ഒരു പ്രവർത്തന പരിപാടികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ സംബന്ധിച്ചോ ഒക്കെയുള്ള ഒരു വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ വളരെ ചുരുക്കമായി? തീർച്ചയായിട്ടും സാറേ, ഞങ്ങളുടെ കാരിസം എന്താണെന്ന് അറിയുന്നത് നല്ലതായിരിക്കുമല്ലോ. ബഥനിയുടെ കാരിസം എന്ന് പറയുന്നത് മിശിഹാനുകരണത്തിലൂടെ മലങ്കര കത്തോലിക്ക സഭയുടെ ആത്മീയ നവീകരണം, പുനരൈക്യം, സ്ത്രീജനോദ്ധാരണം, ഭാരത സുവിശേഷവൽക്കരണം, ഇതാണ് കാരിസം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീജനോദ്ധാരണത്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ബഥനി ഏർപ്പെട്ടിരിക്കുന്നതായ പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ആതുര സേവനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെയുള്ളതായ സുവിശേഷ പ്രചരണം, അതുപോലെ തന്നെ പുനരൈക്യം, മിഷനറി പ്രവർത്തനങ്ങൾ. ഇടവകകൾ തോറും ഭവന സന്ദർശനം നടത്തി കുടുംബത്തെ നവീകരിക്കുക. ഇതുവരെ ബഥനിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ നാമുമായി പങ്കുവച്ചത് ആരംഭം മുതൽ ഇതുവരെയുള്ള ഒരു ചരിത്രവും വ്യത്യസ്തങ്ങളായ മേഖലകളിലെ ബഥനികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ്. ഇനി തുടർന്നുള്ള ഭാഗത്ത്
ഈ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചും സാധ്യതകളെ സംബന്ധിച്ചും മദർ നമ്മോട് സംസാരിക്കുന്നതാണ്.